തിരൂർ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സങ്കടകരമായ ഒരു രംഗം നമുക്ക് കാണാനായി. ഒരു സഹോദരനെ ആന ചുഴറ്റിയെറിയുന്ന ഒരു ദൃശ്യമാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് എന്നതാണ് വാർത്താമാധ്യമങ്ങളിലൂടെ വിവരമറിയാൻ സാധിച്ചത്. 28ഓളം ആളുകൾ ഹോസ്പിറ്റലിൽ കഴിയുന്നു എന്നതും വാർത്തയാണ്. ആനയും ആഘോഷവും നമ്മുടെ നാട്ടിൽ ധാരാളമായി നടക്കുന്നുണ്ട്. സഹോദര സമുദായങ്ങളുടെ ആഘോഷമായതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. എന്നാൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി മുസ്ലിം സഹോദരങ്ങളോട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഈ സംസാരം. ഒരു ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാഹൂത്തങ്ങൾ ഉപ്പാപ്പ എന്ന ഒരു മഹാന്റെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ നേർച്ചയും വലിയ ആഘോഷവും ആനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. 3 ദിവസത്തോളമാണ് ആ ആഘോഷം. യഥാർത്ഥത്തിൽ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ? എന്തിനാണ് ഖബർ സന്ദർശിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് തുദക്കിറുക്കുമുൽ ആഖിറ, പരലോകത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ബോധവുമൊക്കെ നമുക്കുണ്ടാകാനാണ് നമ്മൾ ഖബർ സന്ദർശിക്കുന്നത്. ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മ ഖബർ സന്ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ്. എന്നാൽ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ആ ആഘോഷങ്ങളിൽ ആനകൾ വരുന്നു. ആ ആഘോഷങ്ങൾ വലിയ ആർമാദത്തോടെ ആളുകൾ ആഘോഷിക്കുന്നു. അതിൻ്റെ പേരിൽ അക്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ പേരിൽ ആന ഒരു മനുഷ്യനെ ചുഴറ്റിയെറിയുന്നു. ആളുകൾ വിരണ്ടോടുന്നു. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രമാത്രം സങ്കടകരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുവരെ അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലല്ലാഹു ലനാ വലക്കും അൽ ആഫിയ. നമ്മൾ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഖബറാളികൾക്ക് വേണ്ടി സലാം പറഞ്ഞുകൊണ്ടാണ് നാം പോകുന്നത്. ഞങ്ങളും വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തേണ്ട ആളുകളാണ്. നിങ്ങളുടെയും ഞങ്ങളുടെയും സൗഖ്യത്തിനു വേണ്ടി നാഥനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടേ, ഒരു ഖബറും ഒരു ഔലിയയും അവിടെ വലിയ നേർച്ചയും ഒക്കെ നടക്കുമ്പോൾ അത് വലിയ ആരാധനയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മുസ്ലിം സമുദായം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെ പ്രാർത്ഥന അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കരുതേ എന്നതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, എൻ്റെ ഖബറിടത്തെ നീ ഒരു ആഘോഷ സ്ഥലമാക്കരുത് അല്ലാഹുവേ എന്നതാണ് പ്രവാചകന്റെ പ്രാർത്ഥന. അതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് വളരെ സ്നേഹത്തോടു കൂടി സൂചിപ്പിക്കുവാനുള്ളത്, നാം ഖബർ സന്ദർശിക്കുക എന്നത് ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ മരണത്തെ നാം ഓർക്കുന്നു, നാം വിനയാന്വിതരാകുന്നു, നാം അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കുന്നു. അതിനുവേണ്ടിയാണ് നാം ഖബർ സന്ദർശിക്കുന്നത്. ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തരത്തിലുള്ള ആഘോഷങ്ങൾ, അതിൻ്റെ പേരിൽ ആന വിരണ്ടോടൽ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ പറയിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ന് ഇതിൻ്റെ സംഘാടകരടക്കമുള്ള പണ്ഡിത നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട്.